Assalamu alaikum warahmatullahi wabarakatuh. Hi, I'm Muhammad Zakaria, a 17-year-old founder from Kerala. ഞാൻ 10th ശേഷം സ്കൂൾ കിറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 20 ദിവസം കംപ്ലീറ്റ് ചെയ്തു, ഇനി 10 ദിവസം കൂടെ ഉണ്ട്. സോ ഈ ഒരു കാലയളവ് ഞാനൊരു ഗ്യാപ്പ് ഇയർ എടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ആഗ്രിഗേറ്റേഴ്സ് ആർ ലൂട്ടിങ്. ഞങ്ങളുടെ നിന്ന് ഒരു 30% കമ്മീഷൻ എടുക്കുന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് അറിയിക്കാതെയൊക്കെ ഡിസ്കവറി ഫീസ് എന്ന് പറഞ്ഞ് എടുക്കുന്നു, ആഡ് സ്പെൻസ് എടുക്കുന്നു, ഞങ്ങൾ അറിയാതെ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ആഗ്രിഗേറ്റേഴ്സിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോക്കൽ ഓർഡേഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലോക്കൽ ഓർഡേഴ്സിലോട്ട്, അതായത് കോൾ വരെയുള്ള ഓർഡേഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഏറ്റവും വലിയ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് ഡെലിവറി പീപ്പിളിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഡെലിവറി പീപ്പിളിനെ ഹാൻഡിൽ ചെയ്യുന്ന പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും, ഫുഡ് ലേറ്റ് ആവുന്ന വിഷയങ്ങളുണ്ടാവും. സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ആ ഒരു പ്രശ്നമില്ല. സോ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈസിയോ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ ഒരൊറ്റ നമ്പറിൽ മെസ്സേജ് കഴിഞ്ഞാൽ അടുത്തുള്ള ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കസ്റ്റമേഴ്സിന് ഓർഡർ ചെയ്യാൻ പറ്റും. ഈ ഡെലിവറി ഇഷ്യൂ ഞങ്ങൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഡാഷ്ബോർഡിൽ ഇവർക്ക് ഏത് ഡെലിവറി ബോയ് ഏതൊക്കെ ഓർഡർ കൊണ്ട് ഏത് റൂട്ടിൽ പോകണമെന്ന് വരെ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പം ഇവർക്ക് ജസ്റ്റ് ആ ഒരു ഡിസ്പാച്ച് ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഡെലിവറി ബോയ്ക്ക് മെസ്സേജ് പോകും, അവർക്ക് ഏത് റൂട്ട് പോകണമെന്ന് എല്ലാം അറിയാമായിരിക്കും, എപ്പോൾ എടുക്കണമെന്ന് വരെ പറയും. ഇത് ഈസിയോയിൽ നിന്ന് വരുന്ന ഓർഡേഴ്സിന് മാത്രമല്ല, ഈസിയോയ്ക്ക് പുറത്തുള്ള ഓർഡേഴ്സിനും അവർക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. സോ എനിക്ക് റാക്കിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ എനിക്ക് 10 ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ 10 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പൈലറ്റ് നടത്തണം, ഇതിൻ്റെ മാർക്കറ്റ് എക്കണോമിക്സ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടുപിടിക്കണം. റാക്ക് എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എനിക്കിതിനെ വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകാം. ഞങ്ങളെപ്പോലുള്ള യങ് ഫൗണ്ടേഴ്സിന് മെൻറ്റർഷിപ്പും ഗൈഡൻസും തന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ ഈസിയോ വെറും ഫുഡ് ഡെലിവറിയിൽ മാത്രം നിൽക്കണ്ടല്ല, ഹൈപ്പർ ലോക്കലായിട്ടുള്ള എല്ലാ സെക്ടേഴ്സിലോട്ടും നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആദ്യം ഫുഡ് ഡെലിവറിയിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും കൊണ്ടുപോയതിന് ശേഷം നമുക്കിതിനെ വേർട്ടിക്കലി നമുക്ക് ബാക്കിയുള്ള ഓരോരോ സെക്ടേഴ്സിലും എൻ്റർ ചെയ്യിച്ച് ഫൈനൽ വിഷൻ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ സർവീസസും ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം, ട്രാൻസാക്ട് ചെയ്യാൻ പറ്റണം. അവർക്ക് എന്ത് സർവീസ് വേണമെങ്കിലും നമുക്കൊരു മെസ്സേജ് അയച്ചാൽ മതി എന്നുള്ള രീതിയിലാക്കണം. അങ്ങനെ കൊമേഴ്സിനെ റീഡിഫൈൻ ചെയ്യണം.